അപ്പോൾ ഈ പറയുന്ന ജൂലൈയോട് കൂടി നിങ്ങളങ്ങനെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞു ആൻഡ് നിങ്ങളങ്ങനെ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആകാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. സോ ഇനി നിങ്ങൾ വിദ്യാർത്ഥികളല്ല, നിങ്ങൾ ആക്ച്വലി ഒരു യങ് പ്രൊഫഷണൽസ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആക്ച്വലി ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ കോളേജ് കഴിഞ്ഞതിന് ശേഷം ടെക്നിക്കലി നിങ്ങൾക്ക് എന്താണ് ഈ കരിയർ ഗ്യാപ്പ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കരിയർ ഗ്യാപ്പ്, ആൻഡ് ഇങ്ങനെ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെസ്യൂമിൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സോ നമുക്കതിലേക്ക് പോകാം ആൻഡ് ലെറ്റ്സ് ഗോ ടു വീഡിയോ. നമ്മളങ്ങനെ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് നിങ്ങൾ ആക്ച്വലി ഒരു ബോബ് എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജോലി റിസൈൻ ചെയ്ത് കളയുന്നു. ആൻഡ് അദ്ദേഹം ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചുമ്മാ ഇരിക്കുന്നു വീട്ടിൽ ആൻഡ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഏകദേശം 1-2 വർഷത്തോളം കടന്നുപോയി. ആൻഡ് ഈ ഒരു അവസ്ഥേനെയാണ് ആക്ച്വലി കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഡൊമൈനിൽ അദ്ദേഹം യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും വരുത്തിയില്ല, വർക്ക് ചെയ്യുന്നുമില്ല. അങ്ങനെ ഒരു സിനാരിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ടച്ചൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയത്തെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ എന്തെന്ന് പറയുന്ന കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന തരത്തിലേക്ക് മാറുന്നത്. സോ നിങ്ങൾക്കിങ്ങനെ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കോളേജിന് ശേഷം ടെക്നിക്കലി എപ്പോഴാണ് ഈ ഒരു കരിയർ ഗ്യാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ടോ, എന്താണ് ഈ കരിയർ ഗ്യാപ്പ് ഞങ്ങൾക്ക് ആക്ച്വലി റിഫ്ലക്ട് ചെയ്യുന്ന പോലത്തെ കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക, നിങ്ങളൊരു 2025 വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ 2025 ബാച്ച് പാസ് ഔട്ട് വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 മാസത്തോളം നിങ്ങൾക്ക് ആക്ച്വലി കമ്പനീസ് ഒരു ജോബ് സീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ജോബ് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാസത്തോളം ജോബ് കണ്ടുപിടിക്കാൻ എന്നുള്ള തരത്തിൽ കമ്പനി ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പീരീഡ് ഒരിക്കലും കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഉൾപ്പെടുത്താനാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു 2025 വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആക്ച്വലി ഡിസംബറിൽ ജോലി കിട്ടിയാലും ഈ പറയുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കലും കരിയർ ഗ്യാപ്പായിട്ട് വരുന്നില്ല. ആൻഡ് നിങ്ങൾക്ക് എന്നാണ് കരിയർ ഗ്യാപ്പ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ അടുത്ത വർഷം 2026 ഏകദേശം ഒരു മിഡ് ഓഫ് അല്ലെങ്കിൽ ജൂലൈ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ജോലി കിട്ടാത്തൊരവസ്ഥയിലാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി കരിയർ ഗ്യാപ്പ് എന്ന് തന്നെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷത്തോളം നിങ്ങൾ ആക്ച്വലി ഐഡിയലായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊരു കരിയർ ഗ്യാപ്പായിട്ട് കണക്ക് കൂട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷന് ശേഷം നിങ്ങൾ ആക്ച്വലി സർട്ടിഫിക്കേഷൻസ് ചെയ്യുക. അതായത് പറ്റുവാണെങ്കിൽ കോഴ്സസ് എടുത്ത് പഠിക്കുക ആൻഡ് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഡൊമൈനിൽ നിങ്ങൾ എപ്പോഴും അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. സോ അപ്സ്കിൽ ചെയ്യുന്നു ആൻഡ് കോഴ്സസ് പഠിക്കുന്നു, സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ തലത്തിലാണ് നിങ്ങൾ മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരത്തില്ല. കാര്യം നിങ്ങളുടെ ഡൊമൈനിൽ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് കരിയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞ അവസ്ഥ വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 2026 മിഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി ഇല്ലാത്തൊരു സന്ദർഭം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർലി ഡിഫൈൻ ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ പറയുന്ന സ്കില്ലുകൾ അപ്ഗ്രേഡ് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരിക്കലും കരിയർ ഗ്യാപ്പ് എന്ന തരത്തിൽ കൂട്ടാനായിട്ട് സാധിക്കില്ല. സോ ഇങ്ങനെയാണ് ബേസിക്കലി കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന തരം അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മറികടക്കാനും അതുപോലെ തന്നെ കരിയർ ഗ്യാപ്പ് എന്നാണ് ടെക്നിക്കലി ഒരു 2025 ഇയർ പാസ് ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥിക്ക് എന്നാണ് കരിയർ ഗ്യാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്ന കാര്യത്തെ പറ്റി. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ.